കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പുഷ്പോത്സവത്തിൽ കാണികളുടെ ഒഴുക്ക്. സ്കൂളുകളിൽ നിന്നും ഗ്രൂപ്പായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ക്ലാസുകളിൽ പാഠഭാഗമായുള്ള വിവിധ ചെടികളുടെയും സസ്യങ്ങളുടെയും വൻ ശേഖരം തന്നെ പ്രദർശനത്തിൽ ഒരുക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പുഷ്പോത്സവം കാണികൾക്ക് മാനസികോല്ലാസം നൽകുന്നതിനൊപ്പം വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമാണെന്ന് സംഘാടകർ അറിയിച്ചു. ഇത് കണക്കിലെടുത്ത് സ്കൂളുകളിൽ നിന്ന് ഗ്രൂപ്പായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കും. ക്ലാസുകളിൽ പാഠങ്ങളിൽ പഠിക്കുന്ന വിവിധ ചെടികളും സസ്യങ്ങളും പുഷ്പോത്സവത്തിലെ വൻ ശേഖരത്തിലുണ്ട്. ഇത് കാണാനുള്ള അപൂർവ അവസരമാണ് വിദ്യാർത്ഥികൾക്ക് കൈവന്നിട്ടുള്ളതെന്ന് മീഡിയ കമ്മിറ്റി കൺവീനർ TP വിജയൻ പറഞ്ഞു. ഇപ്പോൾ ഈ ചൈനയിൽ നിന്ന് ഞങ്ങൾ ഇത്തവണ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഇരപിടിയൻ ചെടികൾ അത് കണ്ണൂരിലെ പുതിയൊരു അനുഭവമാണ്. ചെറിയ കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള ഒരു പ്രധാന വിഷയമാണ് ഈ ഇരപിടിയൻ ചെടികളെക്കുറിച്ച്. ഈ ചെടികൾ എന്താണ് ഏതാണ് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരം ഞങ്ങൾക്കൊരുക്കാൻ കഴിഞ്ഞു എന്നുള്ള ബൃഹത്തായ ഒരു സംഭാവന കൂടി നമുക്കിത് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള പല കുട്ടികളും നിങ്ങളുടെ ചാനലുകളുടെ മുമ്പാകെ തന്നെ അക്കാര്യം തുറന്നു പറയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന അഭിമാനം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഞങ്ങളുടെ ഉദ്യമം വിജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു സാക്ഷ്യപത്രം കൂടിയാണ് ഈ കുട്ടികളുടെ വിലയിരുത്തൽ. അതുതന്നെയാണ് സംഘാടകർ ലക്ഷ്യമിട്ടത്. കണ്ണൂരിൽ ആദ്യമായാണ് ഒരു പുഷ്പോത്സവത്തിൽ ഇരപിടിയൻ ചെടികൾ എത്തുന്നത്. അതാണ് കണ്ണൂർ പുഷ്പോത്സവത്തിലെ ഏറ്റവും പ്രധാന ആകർഷണവും. കുട്ടികൾ പാഠപുസ്തകത്തിൽ മാത്രം പഠിച്ച ഇത് കാണുമ്പോൾ കുട്ടികൾക്കും ഏറെ ആകാംക്ഷയാണ്. നമ്മൾ പ്രാണികളെ പിടിക്കുന്ന ചെടികളുണ്ട്. ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. നമ്മൾ ഇതിനെക്കൊണ്ട് പഠിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കാണാൻ പറ്റിയതിന് നല്ല സന്തോഷമുണ്ട്. വായൊക്കെയുള്ള ചെടി? വായൊക്കെയുള്ള ചെടി. ഇത് പ്രാണികളെ പിടിക്കുന്നതാണ്. ഒരു ലിഡ് വളർത്തിയതുണ്ട്, അതിനുള്ളിൽ കയറിയ പ്രാണികളെ പുഷ്പോത്സവം അടിപൊളിയാണ്. നല്ല രസമുള്ള പൂക്കളെല്ലാം. ചൈനയിൽ നിന്നാണ് ഇരപിടിയൻ ചെടികളെ കൊണ്ടുവന്നത്. മാംസഭുക്കാണ് ഈ ചെടി. ചെടിയുടെ അടിഭാഗം കുടം പോലെയാണ്. ഇതിന് അടപ്പും ഉണ്ട്. പ്രാണികളെ ദഹിപ്പിക്കാൻ മണത്തോടുകൂടിയുള്ള ഒരു ദ്രാവകമാണ് ഇതിന്റെ അഗ്രഭാഗത്തുള്ളത്. ഈ മണത്തിൽ ആകർഷകരായാണ് പ്രാണികൾ വന്നു ചേരുന്നത്. പാഠഭാഗങ്ങളിൽ പഠിച്ച ഈ ചെടികളെ കാണാനുള്ള അപൂർവ അവസരം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് കൈവന്നിട്ടുള്ളത്. ഇതുൾപ്പെടെ കണക്കിലെടുത്താണ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇളവ് നൽകുന്നതെന്ന് സെക്രട്ടറി, കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി PV രത്നാകരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.